വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിവിൽ കേരള PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കണ്ടിന്യൂസ് ഡൈമെൻഷനിങ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഡൈമെൻഷനിങ്. ഓപ്ഷൻ എ പാരലൽ, ഓപ്ഷൻ ബി ലീനിയർ, ഓപ്ഷൻ സി ആംഗുലർ, ഓപ്ഷൻ ഡി ചെയിൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ചെയിൻ ആണ്. ലീനിയർ ഡൈമെൻഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിനെ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടോ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലീനിയർ ഡൈമെൻഷനിങ് എന്ന് പറഞ്ഞാൽ. ആംഗുലർ ഡൈമെൻഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് ആംഗുലർ ഡൈമെൻഷനിങ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ നമ്മൾ ഡൈമെൻഷൻ ചെയ്തു പോകുന്നതിനെ നമ്മൾ ചെയിൻ ഡൈമെൻഷനിങ് എന്നും കൂടി പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കർവ് is commonly used in screw thread, springs, spiral staircases, etc. Option A helix, option B involute, option C logarithm spiral, option D cycloid. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹെലിക്സ് ആണ്. നമ്മളൊരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞ് ആ സിലിണ്ടറിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് യൂണിഫോമായിട്ട് ആ സിലിണ്ടറിൽ കൂടെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്ത് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പ്രിങ് ഇരിക്കുന്നത് പോലെ, വെർട്ടിക്കലായിട്ടൊരു സ്പ്രിങ് ഇരിക്കുന്നത് പോലെയാണ് കാണാൻ പറ്റും. ഇനി ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ നമ്മളൊരു ത്രെഡ് ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ സർക്കിളിലുള്ള ആ ത്രെഡ് നമ്മൾ അൺവൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ത്രെഡ് ഉണ്ടാക്കുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ലോഗരിതം സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിൽ റേഡിയസ് കുറവും പുറത്തേക്ക് പോകുന്തോറും അതിൻ്റെ റേഡിയസ് ഇങ്ങനെ കൂടിക്കൂടി പോകും. അങ്ങനെ ഒരു സ്പൈറൽ ഫിഗറിനെയാണ് നമ്മൾ ലോഗരിതം സ്പൈറൽ എന്ന് പറയുന്നത്. ഈ സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിളിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, അതതിൻ്റെ സ്ട്രെയിറ്റ് പാത്തിൽ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് സ്ലിപ്പിംഗ്, അപ്പം നമുക്ക് ആ സർക്കിളിൽ എംബഡ് ചെയ്തേക്കുന്ന ആ പോയിന്റ് മൂവ് ചെയ്യുന്ന ആ ഫിഗറിനെയാണ് നമ്മൾ സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റേഞ്ചിങ് ദ എൻഡ് പോയിൻറ്റ്സ് ആർ നോട്ട് വിസിബിൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ്. ഓപ്ഷൻ എ ഡയറക്റ്റ് റേഞ്ചിങ്, ഓപ്ഷൻ ബി റെസിപ്രോക്കൽ, ഓപ്ഷൻ സി ഇൻ്റർമീഡിയറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. ഇതിൽ ഡയറക്റ്റ് റേഞ്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പോയിൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർവിസിബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ് റേഞ്ചിങ്. റേഞ്ചിങ് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ഒരു രണ്ട് പോയിൻറ്റ്സിന് ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്. ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിസിബിൾ ആയിരിക്കും. ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് വിസിബിൾ അല്ലായിരിക്കും. ഇതിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. അതിൻ്റെ ഇടയ്ക്കൊരു റിവറോ നമ്മൾ മെഷർ ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു റിവറോ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളോ വരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെസിപ്രോക്കൽ റേഞ്ചിങ്. അപ്പോൾ അതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്താണ്? അപ്പോൾ ഓപ്ഷൻ ബി റെസിപ്രോക്കൽ റേഞ്ചിങ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ലൈൻ ഈസ് ഡാഷ് ടു HP ഇറ്റ് വിൽ നോട്ട് ഹാവ് HT. ഈ HP എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചേക്കുന്നത്. HT എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ട്രേസ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് നമ്മൾ ഒരു ലൈന് HPക്ക് എങ്ങനെ വെച്ചാലാണ് അതിൽ ഹൊറിസോണ്ടൽ ട്രേസ് ഉണ്ടാവാതിരിക്കുക. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് ഞാൻ ആദ്യം തന്നെ പറയാം, ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടും ആയിരിക്കും വെച്ചേക്കണം. ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ലൈൻ വെക്കുകയാണ്. ആ ലൈൻ നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കും വെർട്ടിക്കൽ പ്ലെയിനിലേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് അതിൻ്റെ ഇംപ്രഷൻ അല്ലെങ്കിൽ ഷാഡോ ഫാൾ ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലൈന് എങ്ങനെ വെച്ചാലാണ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഈ ഷാഡോ ഫാൾ ചെയ്യാണ്ടിരിക്കുക എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണത്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയേ, നമ്മൾ ഈ ലൈന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പാരലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക്
ഇതിൻ്റെ ഒരു ഒറ്റ ഇംപ്രഷനോ ഒന്നും വരില്ല. കാരണം അത് ആ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ അത് വെർട്ടിക്കൽ പ്ലെയിനിൽ ചെന്നിട്ടാണ് മുട്ടുക. സോ ദ ആൻസർ ഈസ് പാരലൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which compass 90 degrees marked as west and 180 degree as north? Option A survey's compass, option B prismatic compass, option C rough compass, option D none. ഇതിൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി നമ്മൾ സൗത്തിലും 90 ഡിഗ്രി നമ്മൾ വെസ്റ്റിലും 180 ഡിഗ്രി നമ്മൾ നോർത്തിലും 360 ഡിഗ്രി നമ്മൾ ഈസ്റ്റിലുമാണ് മെഷർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. Next question. In the whole circle system, the back bearing of a line is equal to option A for bearing plus or minus 180 degree, option B back bearing plus or minus 180 degree, option C for bearing plus or minus 90 degree, option D back bearing plus or minus 90 degree. ഇതിൽ ബാക്ക് ബിയറിംഗ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ ഫോർ ബിയറിംഗ് പ്ലസ് ബാക്ക് ബിയറിംഗ് എപ്പോഴും 180 ഡിഗ്രിയിൽ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 180 ഡിഗ്രീനോട് ഈക്വൽ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവും. ഇനി എപ്പോഴാണ് പ്ലസ് 180 ഡിഗ്രി ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫോർ ബിയറിംഗിൻ്റെ വാല്യൂ 180-നേലും കൂടുതലാണെങ്കിൽ നമ്മൾ മൈനസ് 180 ഡിഗ്രി ചെയ്യണം. ഇനി കുറവാണെങ്കിൽ പ്ലസ് 180 ഡിഗ്രി ചെയ്യണം. ഓക്കെ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി 7th ക്വസ്റ്റ്യൻ. എ ഡോർ ദാറ്റ് ദ ഷട്ടർ ക്യാൻ മൂവ് ബോത്ത് ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് ഡയറക്ഷൻ. ഓപ്ഷൻ എ റിവോൾവിംഗ് ഡോർ, ഓപ്ഷൻ ബി സ്ലൈഡിംഗ് ഡോർ, ഓപ്ഷൻ സി സ്വിംഗ് ഡോർ, ഓപ്ഷൻ ഡി കൊളാപ്സിബിൾ ഡോർ. ഈ റിവോൾവിംഗ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരൊറ്റ സമയത്ത് നമുക്ക് ഒരു ഗേറ്റിൽ കൂടെ നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യൂ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് റിവോൾവിംഗ് ഡോർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സ്ലൈഡിംഗ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചില ഡോറുകളൊക്കെ സ്ലൈഡ് ചെയ്ത് നമ്മൾ നീക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സ്ലൈഡിംഗ് ഡോർ എന്ന് പറയുന്നത്. ഈ സ്വിങ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻവേർഡും ഔട്ട്വേർഡും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, സ്വിങ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്വിങ് ഡോർ എന്ന് പറയുന്നത്. കൊളാപ്സിബിൾ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഹോസ്റ്റലിലേക്ക് കയറുന്ന ആ എൻട്രൻസിൽ നമുക്കൊരു ഗ്രില്ല് വെച്ചേക്കുന്ന കാണാം. അതിങ്ങനെ കൊളാപ്സും ചെയ്യും, അതിങ്ങനെ എക്സ്റ്റൻഷനും ചെയ്യും. അതിലിങ്ങനെ വെന്റിലേഷൻ പോസിബിളാണ്. അങ്ങനത്തെ ഡോറാണ് കൊളാപ്സിബിൾ ഡോർ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇൻവേർഡും ഔട്ട്വേർഡും പോകാൻ പറ്റുന്ന ഡോർ എന്താണെന്നാണ്. അപ്പോൾ ഇതിൽ ഏത് ഉത്തരമായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ സി സ്വിംഗ് ഡോർ ആയിരിക്കും ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ. ദ തിക്നെസ് ഓഫ് എ ബ്ലാക്ക് polythene provided in the case of a plastic sheet DPC is option A 1 to 1.5 mm, option B 0.5 to 1.5 mm, option C 1 to 1.25 mm, option D 0.5 to 1 mm. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 0.5 to 1 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സിലിക്ക ഇൻ പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഈസ്. നമുക്ക് ആദ്യം തന്നെ ഈ സിമെൻറ്റിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ മിക്കപ്പോഴും ചോദിക്കുന്നത്. ഒന്ന് ലൈമിൻ്റെ കണ്ടൻറ്റ്, പിന്നെ ഒന്ന് സിലിക്കാൻ്റെ കണ്ടൻറ്റ്. ലൈമിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും 60 to 67%, സിലിക്കയുടെ കണ്ടൻറ്റ് 17 to 25% ആയിരിക്കും. ഇതിനോട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് സിലിക്കേൻ്റെ കണ്ടൻറ്റാണ്. എന്താണ്? 17 to 25% ആയിരിക്കും ആൻസർ. Next question. The removal of props of slabs spanning up to 4.5 meter is option A 14 days, option B 7 days, option C 3 days, option D 21 days. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 7 days ആയിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ആവശ്യമുള്ളവർക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. So thank you for watching my channel
and subscribe, like and share my video. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഞെക്കാം. അതുപോലെ തന്നെ അതിൽ ഓൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. So thank you for watching my channel.